ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തേൻ നെല്ലിക്ക. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ഒട്ടും നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. അവരെ ചോദിച്ച് വാങ്ങി കഴിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തേൻ നെല്ലിക്ക. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ്. അതിന് ഞാൻ ഒരു 600 ഗ്രാം നെല്ലിക്ക നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വലിയ നെല്ലിക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ നെല്ലിക്കയ്ക്ക് കയ്പ്പ് കൂടുതലായിരിക്കും. അപ്പോൾ വലിയ നെല്ലിക്ക കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. അല്ല, ഡാർക്ക് ഗ്രീനിനേക്കാളും കുറച്ച് വൈറ്റ് കലർന്ന നെല്ലിക്കയാണെങ്കിൽ കുറച്ച് കയ്പ്പ് കുറവായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പം ഞാൻ സ്റ്റീമറിലാണ് ആവി കയറ്റാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ആവി കയറ്റി എടുക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര വെച്ച് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളത് ശർക്കരയാണ്. അപ്പോൾ ഞാൻ നെല്ലിക്ക എടുത്ത അതേ അളവിന് തന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1/2 കിലോ നെല്ലിക്ക എടുക്കുന്നെങ്കിൽ 1/2 കിലോ ശർക്കര എടുക്കണം. അപ്പോൾ ഞാനിവിടെ 600 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ 600 ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ബോയിൽ ചെയ്ത് അരിച്ച് എടുക്കാം. ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ അളവ് കപ്പ് 240 ml അളവ് കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റീമറിൻ്റെ മുകളിലത്തെ തട്ട് എടുത്ത് മാറ്റി. ഇനി ഇത് ഒന്ന് തണുക്കുമ്പോൾ നമ്മളിതിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചയായിരിക്കുമ്പോൾ വേണമെങ്കിലും ചെയ്യാം. പച്ചയായിരിക്കുമ്പോൾ നമുക്ക് കുത്തു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർക്ക് വെച്ച് കുത്താൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം ഫോർക്ക് വെച്ച് ഒന്ന് കുത്തിക്കൊടുക്കും. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫോർക്ക് ഉപയോഗിച്ച് കുത്തു കൊടുക്കണം. അപ്പോൾ കുറച്ച് വെന്തത് കൊണ്ട് എളുപ്പത്തിൽ കുത്തു കൊടുക്കാൻ പറ്റും. പച്ചയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഒരുപാട് വെന്ത് പോകരുത്. ഇപ്പോൾ നമ്മൾ ശർക്കര പാനി അരിച്ചെടുത്തു. കല്ലും മണ്ണും ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-6 ഏലക്കായ തൊലി കളഞ്ഞെടുത്തു, പിന്നെ ഒരു 5-6 ഗ്രാമ്പൂ ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വറ്റിക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഒരു 15-17 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നമ്മൾ തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിരുന്നു. ഇപ്പോൾ അടപ്പ് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമുക്ക് വിരലിൽ തൊടുമ്പോൾ ഒട്ടുന്ന ആ ഒരു സ്റ്റേജ്. ഇപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ ഉടനെ അടപ്പ് വെച്ച് മൂടി വെക്കേണ്ട, ആവി വെള്ളം വീഴും. കുറച്ച് തണുത്തതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നല്ല കണ്ണാടി ബോട്ടിലിൽ വേണം ഇത് സൂക്ഷിക്കാൻ. വേറെ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല.